മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിലെ 1-ാമത്തെ പാഠമാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. 3-ാമത്തെ യൂണിറ്റിൻ്റെ പേര് വാക്കുകൾ വിടരുന്ന പുലരികൾ. നല്ല വാക്കുകൾ കൊണ്ട്, പുതിയ പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകൾ കൊണ്ട് വിടരട്ടെ നമ്മുടെ പ്രഭാതങ്ങൾ. ചില വാക്കുകൾ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. ചില വാക്കുകൾ നമുക്ക് പ്രചോദനമായിട്ട് മാറുന്നു. ചിലർ തങ്ങൾ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളിൽ നിന്ന് ആശയങ്ങൾ രൂപപ്പെടുത്തി കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളോട് ശക്തമായിട്ട് പ്രതികരിക്കുന്നു. പുതിയ പ്രതീക്ഷകൾ നൽകാൻ വാക്കുകൾക്ക് കഴിയും. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാക്കാൻ വാക്കുകൾക്ക് കഴിയും. വാക്കിൻ്റെ ശക്തി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ ശക്തി തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില രചനകളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 3-ാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് കവി അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരികളാണ്. നന്മകൾ കേട്ടത് കണ്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. നമ്മൾ കണ്ടതും കേട്ടതുമായ നല്ല കാര്യങ്ങൾ പരത്തിപ്പറയാൻ നമ്മുടെ നാക്കിന് കഴിയണം. തിന്മകൾ കണ്ടാൽ അത് കൊത്തിക്കീറാൻ നമ്മുടെ കൊക്കിന് കഴിയണം. നന്മയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അത് നമുക്കെന്ത് ചെയ്യാം? എല്ലായിടത്തും എത്തിക്കാം. എന്നാൽ തിന്മയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൊത്തിക്കീറി, അതായത് അതപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കണം. അതായത് സമൂഹത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പറയാൻ മാത്രമല്ല, തിന്മകളോട് പ്രതികരിക്കാനും കഴിയണമെന്നാണ് കവി തത്തമ്മയോട് പറയുന്നത്. ഈ വാക്കുകൾ കവി പറയുന്നത് നാം ഓരോരുത്തരോടുമാണ്. കാരണം സമൂഹത്തിൽ ഇന്ന് അനീതിയോട് പ്രതികരിക്കാനുള്ള ആ ഒരു താല്പര്യം ആളുകളിൽ കുറഞ്ഞു വരികയാണ്. നന്മയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം, തിന്മയോട് ശക്തമായിട്ട് പ്രതികരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രവേശകം മനസ്സിലായല്ലോ. ഇനി അതിലെ 1-ാമത്തെ പാഠഭാഗം നോക്കാം. പത്രനീതി. സുകുമാർ അഴീക്കോടിൻ്റെ പത്രങ്ങൾ ഏതു പക്ഷത്ത് എന്ന ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പത്രനീതി. സാഹിത്യ വിമർശകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ ചിന്തകൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തനാണ് സുകുമാർ അഴീക്കോട്. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിലാണ് ജനിച്ചത്. 35-ലേറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. 2012 ജനുവരി 24-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഒരു പത്രത്തിൻ്റെ ധർമ്മം എന്താണെന്നും പത്രങ്ങൾ അതിൻ്റെ ധർമ്മം ശരിയായി നിർവഹിക്കുന്നുണ്ടോ എന്നും വിശകലനം ചെയ്യുന്ന ലേഖനമാണ് പത്രനീതി. പത്രത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? 1847 പുറത്തിറങ്ങിയ രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം. ഈ പത്രം മതപ്രചാരണത്തിനു വേണ്ടി ആണത്രേ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ വൃത്താന്തപത്രം എന്ന് പറഞ്ഞാൽ വാർത്താപത്രം. ആദ്യത്തെ വാർത്താപത്രം ഏതായിരുന്നു? കേരള മിത്രം. പക്ഷേ ആ പത്രം ദിവസവും ഇറങ്ങുന്ന പത്രമല്ല, ദിനപത്രമായിരുന്നില്ല. ആഴ്ചയിലോ മാസത്തിലൊക്കെയാണ് ഈ പത്രം ഇറങ്ങിയിരുന്നത്. ആദ്യം ഇറങ്ങിയ ദിനപത്രം, ദിവസവും വരുന്ന പത്രം അല്ലേ, ദിനപത്രം ഏതായിരുന്നു? നസ്രാണി ദീപിക. അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആദ്യത്തെ പത്രമായിരുന്നു നസ്രാണി ദീപിക. ആ ദീപിക ഇന്നുമുണ്ട്, ദീപിക എന്ന പേരിൽ അല്ലേ. നസ്രാണി ദീപിക എന്ന് അന്ന് അറിയപ്പെട്ടു, ഇന്ന് ദീപിക എന്ന് അറിയപ്പെടുന്നു. 1887 അന്ന് ആ പത്രം ഇറങ്ങിയത്.
ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. പത്രങ്ങളെപ്പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന വാർത്താമാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ്. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനു മാത്രമല്ല, വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുൻപിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രമെന്ന വിരോധാഭാസം ഇതത്രേ. പത്രങ്ങളെപ്പറ്റി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. അദ്ദേഹം പറയുന്നത് വലിയ പ്രതിദിന വാർത്താമാധ്യമങ്ങളെക്കുറിച്ചാണ്. വലിയ വാർത്താമാധ്യമങ്ങൾ എന്നുദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുന്ന, കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പത്രങ്ങൾ, അതായത് ദിവസം തോറും ഇറങ്ങുന്ന, ആളുകൾ കൂടുതലായി വായിക്കപ്പെടുന്ന പത്രങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ്. ആനുഷംഗികം എന്നാൽ പ്രധാനമല്ലാത്ത, അതായത് മറ്റ് പത്രങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? അപ്രധാനമാണ്. അതായത് അതിവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല. നമ്മൾ വാർത്ത അറിയുന്നതിന് മാത്രമല്ല, ഏതെങ്കിലും വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന്, അതായത് വാർത്തകൾ നൽകുന്നതിനും ആശ്രയിക്കേണ്ടുന്നത് എന്ത് തന്നെയാണ്? പത്രത്തെ തന്നെയാണ്. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ മനുഷ്യന് വാർത്ത നൽകുന്നതിനും വാർത്ത അറിയുന്നതിനും എന്തിനെ ആശ്രയിക്കേണ്ടി വരുന്നു? പത്രത്തെ ആശ്രയിക്കേണ്ടി. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നാം അറിയുന്നത് എങ്ങനെയാണ്? പത്രത്തിലൂടെയാണ്. അത് മാത്രമല്ല, നമ്മുടെ അകായിലെ സംഭവത്തെ, എന്താ നമ്മുടെ അകായിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ചുറ്റുപാടുമുള്ള വാർത്തകൾ, അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള വാർത്തകളൊക്കെ എന്താണ് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പത്രം വേണം. അതായത് നമ്മുടെ അകായിലെ സംഭവങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ എത്തിക്കുന്നതും ലോകത്തുള്ള വാർത്തകൾ നമ്മുടെ അടുത്തെത്തിക്കുന്നതും എന്താണ്? പത്രമാണ്. ഇദ്ദേഹം പറയുന്നത് ഒരു 30 വർഷം മുമ്പുള്ള കാര്യമാണ്, അല്ലേ? ഇന്ന് നമുക്ക് മറ്റൊരുപാട് മാധ്യമങ്ങളുണ്ട്, പക്ഷെ അന്ന് പത്രമായിരുന്നു പ്രധാനപ്പെട്ട മാധ്യമം. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ നമ്മൾ എന്തിനെ തന്നെ ആശ്രയിക്കണം? പത്രത്തെ തന്നെ ആശ്രയിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും പത്രത്തിൽ വന്ന വാർത്ത അത് വാസ്തവവിരുദ്ധമായ വാർത്തയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടി വന്നാൽ നമുക്കെന്ത് പറയണം? അത് ലോകത്തെ അറിയിക്കണം. അപ്പോൾ അതിനും എന്ത് തന്നെ ആശ്രയിക്കണം? എന്തിനെ തന്നെ ആശ്രയിക്കണം? പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രമെന്ന വിരോധാഭാസം ഇതത്രേ. എന്താ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ? വൈപരീത്യം. അതായത് ഒന്നിനെ എതിർക്കാൻ അതിനെ തന്നെ ഉപയോഗിക്കുക. ആ ഒരു വൈരുദ്ധ്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അതിൻ്റെ മഹാശക്തിയാണ് ഭയം. നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന്. ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. എന്താണ് അഴീക്കോട് പറയുന്നത്? പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി, അല്ലേ? അതായത് സൂര്യന് ചുവടെയും മേലെയുമുള്ള ഈ പ്രപഞ്ചം മുഴുവനുമുള്ള വാർത്തകൾ, വൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വാർത്തകൾ തരുന്നു. അതുമാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. എന്നാൽ പത്രം അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല? പത്രങ്ങൾ അത്രത്തോളം വിമർശിക്കപ്പെടുന്നില്ല. അതായത് പത്രത്തെ അധികം ആരും വിമർശിക്കുന്നില്ല. എന്നാൽ നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുന്നു പത്രങ്ങൾ. സ്വേച്ഛാധിപതി പോലും പത്രത്തെ
ബഹുമാനിക്കുന്നു. സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുന്ന ഭരണാധികാരി അല്ലേ. അവർക്ക് മറ്റാരെയും പേടിക്കാനില്ല. പക്ഷേ അവർ പോലും എന്തിനെ ഭയപ്പെടുന്നു? പത്രത്തെ ഭയപ്പെടുന്നു. കാരണം എന്താണ്? പത്രത്തിലൊരു വാർത്ത വന്നാൽ അത് ലോകം മുഴുവൻ വ്യാപിച്ചാൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അവർ പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അതായത് ഭരണാധികാരികൾ പത്രത്തെ പീഡിപ്പിക്കുന്നു, നിരോധിക്കുന്നു. ഭരണത്തിനെതിരായി വാർത്തകൾ കൊടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ അഴിമതികൾ തുറന്നു കാട്ടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പത്രത്തിന് എന്തുണ്ടാവും? എതിർപ്പുകളുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒതുക്കാനും പത്രാധിപരെ പ്രലോഭനങ്ങളിൽപ്പെടുത്താനൊക്കെ അങ്ങനെയുള്ള ഭരണാധികാരികൾ ശ്രമിക്കും. ഇനി അതിന് അവരുടെ ആവശ്യത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ വശപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു. അതാണിവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 1910 സ്വദേശാഭിമാനി എന്നൊരു പത്രമുണ്ടായിരുന്നു. ഇതിൻ്റെ പത്രാധിപർ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയായിരുന്നു. ഇദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിനെതിരെ വാർത്തകൾ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഴിമതികൾ തുറന്നു കാണിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഭരണകൂടത്തിന് ഇതിൽ എതിർപ്പുണ്ടാവും. അങ്ങനെ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ പത്രം നിരോധിക്കുകയും പത്രം കണ്ടുകെട്ടി പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഭരണകൂടത്തിൻ്റെ അഴിമതികൾ തുറന്നു കാണിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണാധികാരികൾ പത്രത്തെ ഭയക്കുന്നു എന്ന് പറയുന്നത്. ആ ഭയം മൂലമാണ് അവർ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത്. നെപ്പോളിയൻ പറഞ്ഞത് എന്താണ്? ബയണറ്റിനേക്കാൾ അദ്ദേഹം പേടിക്കുന്നത് പത്രത്തെയാണെന്ന്. ആരാണ് നെപ്പോളിയൻ? ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹം അറിയപ്പെടുന്ന സ്വേച്ഛാധിപതികളിൽ ഒരാളാണ്. ബയണറ്റ് എന്ന് പറഞ്ഞാൽ തോക്കും കത്തിയും ചേർന്ന ഒരായുധമാണ്. തോക്കിനടിയിൽ കൂർത്ത കത്തിയുണ്ടാവും. ഇതിനെയാണ് ബയണറ്റ് എന്ന് പറയുന്നത്. മൂർച്ചയുള്ള ആയുധമാണ് ബയണറ്റ്. അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് എന്നാണ് നെപ്പോളിയൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാവാം അങ്ങനെ പറയുന്നത്? ഭരണാധികാരികൾക്കെതിരെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. ബയണറ്റിൻ്റെ മൂർച്ചയേക്കാൾ ഭയങ്കരമായ മൂർച്ചയാണ് പത്രത്തിന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പത്രത്തെ വാഴ്ത്തിപ്പറഞ്ഞവരെ പറ്റിയും പത്രത്തെ വിമർശിച്ചവരെ പറ്റിയൊക്കെ സുകുമാർ അഴീക്കോട് തുടർന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.